ദിവ്യകാരുണ്യ ഈശോയിൽ ഏറെ പ്രിയപ്പെട്ടവരെ, ഏലിയ സ്ലീവ മൂശ കാലത്തിൻ്റെ 4-ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് വിചിന്തനത്തിനായി തിരുസഭ നൽകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രേക്ഷിത പ്രബോധനം എന്ന പേരിൽ അറിയപ്പെടുന്ന 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് ഇത്. മിഷണറി ഡിസ്കോഴ്സ് എന്ന പേരിലാണ് ഈ തിരുവചന ഭാഗം അറിയപ്പെടുന്നത്. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ അപ്പസ്തോല വേലയ്ക്ക് വേണ്ടി നിയോഗിച്ചുകൊണ്ട് അവരെ അയക്കുന്ന സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഈ പ്രബോധനത്തിൻ്റെ അവസാനം അയക്കപ്പെടുന്ന സ്ലീഹന്മാരെ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 40-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കും: നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവർ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. അതായത് അയക്കപ്പെട്ട ശിഷ്യന്മാരിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് വേണം ഈ തിരുവചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തുകൊണ്ടാണ് അയക്കപ്പെട്ട ശിഷ്യന്മാരിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത്? മിഷണറി പ്രബോധനത്തിൻ്റെ ഉള്ളടക്കം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാകും. ആദ്യത്തെ 4 വാക്യങ്ങളിൽ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതും പിന്നെ അവരുടെ പേരുകളും ഒക്കെയാണ് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നത്. തുടർന്ന് 5-ാം വാക്യം മുതലാണ് ശിഷ്യന്മാരെ അയക്കുന്നത് വിവരിക്കുന്നത്. ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് അവരെങ്ങനെയാണ് പ്രേക്ഷിത വേല ചെയ്യേണ്ടത് എന്ന് ഈശോ കൃത്യമായി അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരോട് ഈശോ പറയുന്നു, ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഈശോയുടെ ദൗത്യവും ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കായിരുന്നു എന്ന് വിശുദ്ധ മത്തായിയുടെ തന്നെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് അവർ പ്രഘോഷിക്കേണ്ടത്. ഈശോയുടെ പ്രഘോഷണവും അതുതന്നെയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ അതാണ് നാം കാണുന്നത്. അതായത് ശിഷ്യന്മാർ തങ്ങളുടെ പ്രബോധനത്തിൽ ഈശോയെ അനുഗമിക്കണം. അവരുടെ പ്രബോധനം ഈശോയുടെ തന്നെ പ്രബോധനമായിരിക്കണം. തുടർന്ന് 10-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നു. നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കണം, പിശാച് ബാധിതരെ മോചിപ്പിക്കണം. അതായത് ഈശോ ചെയ്ത അതേ ദൗത്യങ്ങൾ തന്നെയാണ് ശിഷ്യന്മാരും നിർവഹിക്കേണ്ടത്. ശിഷ്യന്മാർ ഈശോയുടെ ദൗത്യവുമായി താതാത്മ്യപ്പെടണം. തങ്ങളുടെ ജീവിത സാക്ഷ്യത്തിലും ദൗത്യത്തിലും ശിഷ്യന്മാർ ഈശോയെ പിന്തുടരണം. തുടർന്ന് 9 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ ശിഷ്യന്മാർ ഏത് ജീവിത ശൈലിയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അവർ അരപ്പട്ടയോ അതിൽ സ്വർണമോ വെള്ളിയോ എന്നും എടുക്കാനായി ഈശോ അവരെ അനുവദിക്കുന്നില്ല. ഈശോ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്നാണ്. അതായത് ലാളിത്യ ജീവിതം നയിച്ച ഈശോയെ പോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശിഷ്യന്മാർ യാത്ര ചെയ്യണം. ജീവിത ശൈലിയിൽ ശിഷ്യന്മാർ ഈശോയോട് താതാത്മ്യപ്പെടണമെന്ന് ഈശോ ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഇതുമാത്രമല്ല, സഹനത്തിലും ശിഷ്യന്മാർ ഈശോയോട് താതാത്മ്യപ്പെടണം. 17 മുതലുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർക്ക് അവരുടെ സുവിശേഷ പ്രഘോഷണത്തിനിടയിൽ നേരിടാൻ സാധ്യതയുള്ള പീഡകളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും വിചാരണകളെക്കുറിച്ചുമൊക്കെ ഈശോ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതെല്ലാം കാണിക്കുന്നത് ശിഷ്യന്മാരും ഈശോയും തമ്മിൽ ഒരു പരിപൂർണമായ താതാത്മ്യപ്പെടൽ നടക്കണമെന്നാണ്. ശിഷ്യന്മാർ തങ്ങളുടെ ബന്ധങ്ങളിലും ഈശോയോട് താതാത്മ്യപ്പെടണം. അതുകൊണ്ടാണ് മാതാപിതാക്കളെക്കാൾ ഉപരിയായി തന്നെ സ്നേഹിക്കണമെന്ന് ഈശോ അവരോട് ആവശ്യപ്പെടുന്നത്. കുടുംബ ബന്ധങ്ങളെക്കാൾ കൂടുതൽ ഈശോയോടുള്ള ബന്ധത്തിന് ശിഷ്യന്മാർ പ്രാധാന്യം കൽപ്പിക്കണം. അതായത് ശിഷ്യന്മാർ തങ്ങളുടെ പ്രബോധനത്തിലും ജീവിതശൈലിയിലും സഹനത്തിലും ഒപ്പം ബന്ധങ്ങളിലും ഈശോയോട് താതാത്മ്യപ്പെടണം. ഇങ്ങനെ പരിപൂർണമായി തന്നോട് താതാത്മ്യപ്പെടുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടാകും. അങ്ങനെയുള്ള ശിഷ്യന്മാരെ സ്വീകരിക്കുന്നവർ ഈശോയെ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. അതായത് നമ്മളുടെ ജീവിത ദൗത്യം ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയെ പ്രഘോഷിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ഞങ്ങളിലൂടെ
ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെ പരിമളം പരത്തുന്ന പിതാവായ ദൈവത്തിന് നന്ദി എന്ന് പറയുന്നുണ്ട്. അതായത് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ പരിമളമാണ് പ്രസരിപ്പിക്കപ്പെട്ടത്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു സംഭവമുണ്ട്. കൽക്കട്ടയിലെ തെരുവോരത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയും മകനും. ഒരു ക്രിസ്മസ് കാലമാണ്. മകൻ്റെ വലിയ ആഗ്രഹമാണ് ഇത്തവണയെങ്കിലും ക്രിസ്മസ് കാലത്ത് ഒരു ക്രിസ്മസ് കേക്ക് കഴിക്കണം. അവൻ അമ്മയോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. അമ്മ പറഞ്ഞു, മോനെ, നമ്മൾ പാവപ്പെട്ടവരാണ്, അന്നന്നത്തെ അപ്പം പോലും കഷ്ടപ്പെട്ടാണ് നമുക്ക് ലഭിക്കുന്നത്, അതുകൊണ്ട് വാങ്ങിത്തരാൻ നിർവാഹമില്ല. പക്ഷേ ഈ മകൻ വാശി തുടർന്നു. ഒടുവിൽ അവനെ ആശ്വസിപ്പിക്കാൻ അമ്മ പറഞ്ഞു, ദൈവം നിനക്ക് തരും, നീ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ദൈവം തനിക്ക് ക്രിസ്മസ് കേക്ക് തരുന്നതും കാത്ത് ഈ മകൻ തെരുവോരത്തൂടി നടക്കുകയാണ്. ഒടുവിൽ അവൻ നടന്ന് ഒരു ബേക്കറിയുടെ മുമ്പിലെത്തി. അവിടെ മനോഹരമായ കേക്കുകൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. ഈ കേക്കുകളിലേക്ക് നോക്കി അവൻ അവിടെ നിൽക്കുകയാണ്. ഈ സമയത്താണ് മദർ തെരേസ തൻ്റെ കൂടെയുള്ള മറ്റ് സിസ്റ്റർമാരോടൊപ്പം ക്രിസ്മസ് കേക്കുകൾ വാങ്ങാനായ കടയിലേക്ക് വന്നത്. കേക്കുകൾ വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ മദർ തെരേസ ആ തെരുവോരത്ത് നിൽക്കുന്ന ഈ ബാലനെ കാണുകയാണ്. അവനെ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കേക്കുകൾ ഒരെണ്ണം അവൻ്റെ കയ്യിൽ കൊടുത്ത് സന്തോഷത്തോടെ അവനെ ചുംബിച്ചു. അത് സ്വീകരിച്ചിട്ട് ആ കുട്ടി മദർ തെരേസയോട് ചോദിച്ചു, നിങ്ങളാണോ ദൈവം? മദർ തെരേസ തൻ്റെ ജീവിതത്തിലെ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ക്രിസ്തുവിൻ്റെ പരിമളമായി മാറി. ഏലിയ സ്ലീവ മൂശാക്കാലത്തിൻ്റെ 4-ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഇതുതന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ പരിമളമായി നാം ഓരോരുത്തരും മാറുക. നമ്മളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ ലഭിക്കാൻ ഇടയാക്കുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.